ഈ കൊച്ചു പയ്യനെ ദത്തെടുക്കുന്ന ആരായിരുന്നാലും ശരി, ആറാമത്തെ നാൾ കോടീശ്വരനായി, ഏഴാം നാൾ മരിച്ചു പോകും. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ദരിദ്രരായ ഒരു ഫാമിലി അവനെ ദത്തെടുക്കുന്നു. ഇവനെ ദത്തെടുത്തവരോട് ആശ്രമത്തിലുള്ളവർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു: ഇവനെ സന്തോഷമായി വച്ചാൽ മാത്രമേ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കൊച്ചു പയ്യനെ ഇവരുടെ കൂടെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവന് ഇഷ്ടമുള്ള ആഹാരമെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു. രാത്രിയിൽ പണക്കാരായിട്ട് ഇവർ എന്തെല്ലാം ചെയ്യണം എന്നതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവരുടെ വീടിന്റെ കൂര പൊളിഞ്ഞ് ഒരു കെട്ട് നോട്ട് ഇവരുടെ മുന്നിൽ വീഴുന്നു. അവർക്ക് സന്തോഷമാകുന്നു. പിറ്റേ ദിവസം അവൻ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു. അന്ന് രാത്രിയും ഇതേപോലെ വീടിന്റെ കൂരയിൽ നിന്ന് ഒരു സ്വർണ്ണ വളയം അവർക്ക് കിട്ടുന്നു. പക്ഷേ എത്ര സ്വർണവും പണവും കിട്ടിയിരുന്നാലും അവനെ ദത്തെടുത്ത ആ പെണ്ണിന്, ആ കൊച്ചിനോട് സ്നേഹം തോന്നി തുടങ്ങിയിരുന്നു. എന്നാൽ ഇവളുടെ ഭർത്താവ് ഇവളെടുത്ത് പറഞ്ഞിരുന്നു: നമ്മൾ കോടീശ്വരന്മാരായിരുന്നാലും 7ന്റെ അന്ന് മരിച്ചു പോകുമല്ലോ, അതുകൊണ്ട് 6ന്റെ അന്ന് ഇവനെ കൊല്ലണമെന്ന്. പക്ഷേ 5ാം ദിവസം ഈ പയ്യൻ വീടിന് പുറത്തു നിൽക്കുമ്പോൾ ഒരു വലിയ ചവറുകൂന ഇടിഞ്ഞ് ഇവന്റെ ദേഹത്തേക്ക് വീഴുകയാണ്. ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൾ ഓടി വരുന്നു. അവളെ രക്ഷപ്പെടുത്താനോ അവനും. അങ്ങനെ 3 പേരും ആ ചവറുകൂനയ്ക്കകത്ത് അകപ്പെട്ടു പോവുകയാണ്. അവർ ചെന്നുപെടുന്നത് വളരെ സമ്പന്നമായ ഒരു വീടിനകത്താണ്. അവിടെ ആണെങ്കിലോ ചാക്ക് കെട്ടുകളിൽ ഒരുപാട് പണവും. അങ്ങനെ ആ ദമ്പതികൾ സ്വപ്നം കണ്ടതുപോലെ തന്നെ കോടീശ്വരന്മാരാകുന്നു. 6ാം നാൾ അവൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ആ പയ്യനെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ പയ്യനെ അവന്റെ ഭാര്യ തന്നെ രക്ഷപ്പെടുത്തുന്നു. അതിനുശേഷം ഭർത്താവിനെ അവൾ തന്നെ കൊല്ലുന്നു. അവളും അതിനുശേഷം മരിക്കുന്നു.